ഹല്ലേലൂയ. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷയുള്ള അമ്മേ ആമേൻ. മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 48-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കുന്ന മറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ജപമാല മാസത്തിൽ ലോകം മുഴുവനും പരിശുദ്ധ അമ്മയെ ഉദ്ഘോഷിക്കുമ്പോൾ നമുക്കും അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഒരു തീരുമാനമെടുക്കാം. ഒരു ദിവസം പോലും നമ്മുടെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന മുടക്കാതെ ആ ജപമാല പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കുവാൻ വേണ്ടി ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി അമ്മയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഒരു ഗാനം ചേർന്ന് പാടാം. നിർമ്മല കന്യേ വാഴ്ക, കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതന്നമ്മേ, നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതന്നമ്മേ. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. പാർത്തട്ടിലെന്നും നീ ധന്യ, കർത്താവിനെന്നും അമ്മ പാർത്തട്ടിലെന്നും നീ ധന്യ. താമസക്കെന്നും നീ മാർഗം, തനയരിൽ നിറയും ഭാഗ്യം ഭാഗ്യം. കർമ്മലനാഥേ വാഴ്ക,